ഇതാണ് നമ്മുടെ കൊറിയൻ കോണ്ടോക്സ്. നമുക്കെന്നാ ഇതുണ്ടാക്കിയാലോ? ഈ സംഭവം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് ഓർമ്മ വന്നേ? ഞാൻ പറയട്ടെ, ചിക്കൻ റോളുമ്പോൾ കോല് കുത്തിവെച്ച പോലെ ഇരിക്കണില്ലേ? ആദ്യമായിട്ട് ഞാനിത് കഴിക്കുന്ന സമയത്ത് ഞാനും വിചാരിച്ചത് ചിക്കൻ റോളാണ്. പക്ഷേ സംഭവം ഭയങ്കര സിമ്പിൾ ആൻഡ് പ്ലെയിൻ ടേസ്റ്റാണ്. പക്ഷേ സോസൊക്കെ കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ കൊറിയൻ കോണ്ടോക്സ് എന്ന് പറയും. ഞാൻ ആദ്യം വിചാരിച്ചത് കൊറിയനാന്നാ, പക്ഷേ ആക്ച്വലി ഇത് കൊറിയനല്ല. ഇതിൻ്റെ സത്യം പറഞ്ഞതിൻ്റെ ഉത്ഭവമൊക്കെ അമേരിക്കയിലാണ്. പിന്നെ അത് അവരങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കാറൊന്നുമില്ലാത്ത കാരണമാണ് കൊറിയക്കാർ ഇതിൻ്റെ രൂപമൊക്കെ മാറ്റിയെടുത്ത് ഒരു കൊറിയൻ സ്റ്റൈലാക്കി. ആക്ച്വലി അമേരിക്കയിൽ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ കോൺ മീലൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കാറ്. കൊറിയൻ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവരിതിൽ ഈസ്റ്റും മൈദയും ഇതെല്ലാം ചേർത്തിട്ട് ഒരു ഡോ പോലെ ആക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഈതൊരു സോസേജ് അല്ലെങ്കിൽ മൊസറല്ല ചീസാണ് വെക്കുക. ചില കോണ്ടോക്കും ഉണ്ടല്ലോ ഈ പൊട്ടാറ്റോ ഒക്കെ മുക്കിയിട്ടാണ് വറുക്കുക. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ മേലെ ഒഴിക്കുന്ന സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി സംഭവമാണ്. നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. സംഭവം എളുപ്പമെന്ന് ഞാൻ തള്ളി അങ്ങോട്ട് വിട്ടെങ്കിലും ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് പിന്നെ മാവിൽ മുക്കി പൊരിച്ച് വരുമ്പോഴേക്കൊക്കെ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അങ്ങനെയല്ല, മാവ് ഫുള്ളായിട്ട് നമ്മുടെ ഇതുമ്പോൾ കോട്ടായില്ലെങ്കിൽ ചീസൊക്കെ മെൽറ്റ് ചെയ്ത് അതിൻ്റെ വഴിക്ക് പോകും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ. പിന്നെ ഇച്ചിരി ക്ഷമയും വേണം കേട്ടോ. 8 ഉണ്ടാക്കിയാൽ ഒരെണ്ണം കരിഞ്ഞു പോയെങ്കിലും 7 ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി പൊരിച്ചെടുത്ത കോൺഡോക്സിനെ നമുക്ക് ഇഷ്ടമുള്ള സോസിൽ കോട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. യൂഷ്വലി ഇങ്ങനെ കെച്ചപ്പും അങ്ങനെ അൽക്കുലത്ത് കുറേ സോസുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. നമ്മുടെ കയ്യിൽ ഇന്ന് കുറച്ച് കെച്ചപ്പും മെയ്യും മസ്റ്റേർഡ് മാത്രമുള്ള കാരണം അത് വെച്ചാണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. നമ്മുടെ മാവ് മുഴുവൻ കോട്ടാവാത്ത കാരണം 2-3 ചീസൊക്കെ അതിൻ്റെ വഴിക്ക് പോയിണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളതൊക്കെ സെറ്റായിരുന്നു. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.